എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ലോകത്ത് ആർക്കും ആരെയും കുറ്റം പറയാൻ അവകാശമില്ല. കാരണം എല്ലാം തികഞ്ഞവരായി ആരുമില്ല. ചിലർക്ക് പകരമായി നമുക്ക് വേറെ ആരെയും കണ്ടെത്താനാവില്ല. അത് സൗഹൃദങ്ങളിലായാലും ജീവിതത്തിലായാലും. ഒരാളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ഒന്ന് ക്ഷമ പറയാനോ പിന്നീട് ഒരവസരം പോലും ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ അറിഞ്ഞു നൽകുമ്പോഴാണ് മനോഹരമാകുന്നത്. നഷ്ടങ്ങളെ ഓർത്ത് ജീവിക്കുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ നഷ്ടം. നല്ല പ്രവൃത്തികളെ അംഗീകരിക്കാൻ കഴിയാത്തവർ മറ്റുള്ളവരെ എപ്പോഴും നിരാശപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വിഡ്ഢികളോട് ഒരിക്കലും തർക്കിക്കാൻ നിൽക്കരുത്. കാരണം ഒന്നുകിൽ നമ്മൾ വിഡ്ഢിയാകേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ നിലയിലേക്ക് താഴേണ്ടി വരും. ഒരുവൻ എവിടെയൊക്കെ പോയാലും എവിടെ പോയി താമസിച്ചാലും അവൻ കൂടെ കൊണ്ടുപോകാൻ മറക്കാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അവൻ്റെ സ്വഭാവം. ഒരു തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാതെ അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത് ചൂണ്ടിക്കാണിച്ച് ശത്രുവായി ജീവിക്കുന്നതാണ്. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും നിരാശരാകും. ആദ്യ വിജയത്തിനു ശേഷം നിങ്ങൾ വിശ്രമിക്കരുത്. കാരണം അടുത്ത തവണ നിങ്ങൾ പരാജയപ്പെട്ടാൽ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമായിരുന്നു എന്ന് മറ്റുള്ളവർ പറയും. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ നമ്മൾ നിശബ്ദരായി തുടങ്ങുന്ന ദിവസം നമ്മുടെ മരണത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. അനുഭവം ഏറ്റവും നല്ല അധ്യാപകനാണ്. പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടായിരിക്കും അദ്ദേഹം പഠിപ്പിക്കുക. തെനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ച് വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് അസാധ്യമാണ്. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം നടന്നു തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ 1000 പ്രശ്നങ്ങൾ കാണാം. അവസരങ്ങളിലേക്ക് നോക്കിയാൽ 1000 അവസരങ്ങൾ കാണാം. രണ്ടും എന്നും എപ്പോഴും എല്ലായിടത്തുമുണ്ട്. എവിടെ നോക്കണമെന്നും തീരുമാനം എടുക്കേണ്ടതും നമ്മളാണ്. എത്ര കാലം കൂടെ ഉണ്ടായിരുന്നു എന്നല്ല, കൂടെ വേണ്ട സമയത്ത് കൂടെ ഉണ്ടോ എന്നതാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത്. ഈ ലോകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് മനുഷ്യൻ്റെ മനസ്സാണ്. ചിലർ നമ്മളെ അത്ഭുതപ്പെടുത്തും, ചിലർ നമുക്ക് കൂട്ടാവും, ചിലർ വിട്ടുപോകും. നല്ല ചിന്ത നല്ലതാണ്, എന്നാൽ താൻ മാത്രം നല്ലവനാണെന്നുള്ള ചിന്ത നല്ലതല്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് സ്നേഹമോ ബഹുമാനമോ വഞ്ചനയോ എന്തു തന്നെയായും. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്തു നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിനും മാറ്റം വരാം. ആരെയും ബോധ്യപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊക്കെ നമ്മുടെ ജീവിത വഴിയിലെ താൽക്കാലികക്കാർ മാത്രമാണ്. നമ്മുടെ ശരികൾ എപ്പോഴും മറ്റുള്ളവർക്ക് തെറ്റായി തോന്നും. അതാണ് സമൂഹം. നമ്മുടെ ശരികളുമായി യാത്ര തുടരുക. ലോകത്തിലെ ഏറ്റവും മികച്ച ജോഡികളാണ് ചിരിയും കരച്ചിലും. അവർ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുന്നില്ല. അഥവാ കണ്ടുമുട്ടിയാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷം. നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല.
ഓരോ വേദനയും ഒരു പാഠം നൽകുന്നു. ഓരോ പാഠവും ഒരു വ്യക്തിയെ മാറ്റുന്നു. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം.